നിന്നാണ് ഹീറ്റ് വരുന്നത് കണ്ടുപിടിക്കലാണ്. നമുക്ക് രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാം. ഒന്ന് ബോർഡിന്റെ ഹീറ്റ് ആവുന്ന പൊസിഷൻ ഏതാണെന്ന് തെർമൽ ക്യാമറ വെച്ച് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ എക്സാക്ട് പോയിന്റ് കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ ഒന്നിക്കൽ റോസിംഗ് ഫ്ലക്സോ അല്ലെങ്കിൽ തെർമൽ ക്യാമറയോ വെച്ചിട്ട് ഷോർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു IC ആണ് ഷോർട്ട് കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കപ്പാസിറ്ററും ഷോർട്ട് കാണിക്കുന്നുണ്ട്. റോസിംഗ് ഫ്ലക്സോ തെർമൽ ക്യാമറ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഭാഗത്താണ് ഷോർട്ട് ഉള്ളത് ആ ഭാഗത്തായിരിക്കും ഫസ്റ്റ് ഹീറ്റ് ആവുക. അതേപോലെ തന്നെ റോസിംഗ് ഫ്ലക്സ് മെൽറ്റ് ആവുക. ആ മെൽറ്റ് ആവുന്ന ഭാഗത്തായിരിക്കും ഷോർട്ട് ഉണ്ടാവുക. ഇവിടെ കപ്പാസിറ്ററിന്റെ ഭാഗത്തുള്ള ഫ്ലക്സ് ആണ് മെൽറ്റ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് കപ്പാസിറ്റർ ഷോർട്ട് ആവാനാണ് ചാൻസ് കൂടുതൽ. പൊതുവെ കപ്പാസിറ്ററിലാണ് ഷോർട്ട് കൂടുതൽ കാണാറുള്ളത്. ഇനി കപ്പാസിറ്റർ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. കപ്പാസിറ്റർ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് PCB ഒന്ന് ക്ലീൻ ചെയ്യണം. PCB ക്ലീൻ ചെയ്യുന്ന സമയത്ത് കെയർഫുൾ ആയി ക്ലീൻ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ കമ്പോണന്റ് കാര്യങ്ങളൊക്കെ തെറിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അത് കെയർഫുൾ ആയിട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ അടുത്തത് സിൽവർ ടാപ്പോ ഗോൾഡൻ ടാപ്പോ ഒട്ടിക്കലാണ്. ഇത് ഹീറ്റ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്മളൊരു ICയോ കമ്പോണന്റോ നീക്കം ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും ഗോൾഡൻ ടാപ്പോ സിൽവർ ടാപ്പോ ഒട്ടിക്കേണ്ടതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത്